നോവൽ സാഹിത്യം എന്ന് പറയുമ്പോൾ നോവൽ എന്നാണ് നോവൽ എന്ന് വെച്ചാൽ എന്താ നോവൽ ഞാൻ ചോദിക്കട്ട ഷമീഷേ എന്താ നോവൽ നോവൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നിർവചനത്തിൽ നമുക്കതിൽ ഒതുക്കാൻ പറ്റും. നിർവചനങ്ങളുണ്ട്. E.M. ഫോസ്റ്ററുടെ അഭിപ്രായത്തിൽ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളമുള്ള ഒരു ഗദ്യ കഥ എന്നാണ് E.M. ഫോസ്റ്റർ ആദ്യം നോവലിനെ നിർവചിച്ചിരിക്കുന്നത്. ആരാണ്? E.M. ഫോസ്റ്റർ. പക്ഷെ ആ ഒരു നിർവചനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ത് നോവൽ എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് സ്ഥലകാലങ്ങളെ അല്ലെങ്കിൽ ആഖ്യാനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പുതിയ രചനാതന്ത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇവിടെ നോവലിൽ പിന്നീട് അങ്ങോട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോവൽ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുന്നത് കേട്ടോ, ഇഷ്ടപ്പെടില്ല ഇവിടെ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എന്ത് സ്വീകരിക്കും. അപ്പോൾ ആദ്യകാല നോവലുകളുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് ആദ്യകാല നോവലുകളുടെ ഒരു പ്രത്യേകത? വിവർത്തനങ്ങളുണ്ട്, വിവർത്തനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള രചനാ സങ്കേതങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള രീതി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ സാമൂഹിക നോവലിന്റെ പക്ഷത്തിലേക്ക് പിന്നെ നോവൽ മാറുന്നുണ്ട്. അത് കഴിഞ്ഞ് സാമൂഹ്യം കഴിഞ്ഞ് രാഷ്ട്രീയം വരുന്നുണ്ട്, രാഷ്ട്രീയം വരുന്നത് വ്യക്തിഗതം വരുന്നുണ്ട്. അങ്ങനെ മാറി മാറി നമുക്കറിയാം പല ഘട്ടങ്ങളിലൂടെയാണ്. പല ഘട്ടം എന്ന് വെച്ചാൽ സാഹിത്യത്തിൽ തന്നെ പല ഇസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഏതാണ് ആ ഇസങ്ങളൊക്കെ? നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഇസങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സാഹിത്യത്തിൽ വന്നിട്ടുള്ള ഇസങ്ങൾ? ക്ലാസിസം, റൊമാന്റിസം, റിയലിസം, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം. അതായത് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേണിസത്തിന്റെ കാലഘട്ടം അഥവാ ഉത്തരാധുനിക കാലഘട്ടം. അപ്പൊ നോവലായാലും ചെറുകഥയായാലും കവിതയായാലും എല്ലാം ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള സാഹിത്യ ശാഖകളാണ്. ആ സാഹിത്യ ശാഖകൾക്ക് ഈ കാലഘട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പല വ്യതിയാനങ്ങളും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യകാല നോവലുകളെ പരിശോധിക്കുമ്പോൾ ആ നോവലുകൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ആദ്യകാല നോവലുകൾക്ക് നമുക്കറിയാം വിവർത്തനങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത്, അല്ലേ? രണ്ടാമത്തേലേക്ക് അപ്പോൾ ചരിത്രം എന്ന് പറയുമ്പോൾ ചരിത്രത്തെ എടുക്കുന്നു, ആ ചരിത്രത്തെ പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഉത്തരാധുനികയിലേക്ക് കിടക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആദ്യകാല നോവലുകളിൽ നിന്ന് ഉത്തരാധുനിക കഥകളിലേക്ക് നോക്കുമ്പോൾ ചരിത്രം തന്നെയാണ്. പക്ഷെ ചരിത്രത്തെ കുറച്ചുകൂടി ഭാവനാ സൃഷ്ടിയോടുകൂടി പുനർനിർമ്മിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ കാണുന്നത്. ഉത്തരാധുനികയിലേക്ക് എത്തുമ്പോഴേക്കും കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ സാമൂഹ്യ നോവലുകൾ വരുന്നുണ്ട്, രാഷ്ട്രീയ നോവലുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കാൽപ്പനികമായിട്ടുള്ള നോവലുകൾ. ഇതൊക്കെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള നോവലുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെറിയൊരു ഘട്ടത്തെ നോക്കാം. അതായത് മലയാള നോവലിൻ്റെ ആദ്യ ഘട്ടം എവിടെ നിന്ന് തുടങ്ങുന്നു? അങ്ങനെയില്ല, ആ ഒരു വർഷം ഞാൻ പറഞ്ഞു 1887. മുതൽ 1892 വരെയുള്ള നോവലുകളെയാണ് നമ്മൾ ആദ്യകാല നോവലുകൾ എന്ന ഗണത്തിൽ പെടുത്തുന്നത്. എന്താണ്? 1877 മുതൽ 1892 വരെയുള്ള നോവലുകൾ. ഇനി ഭാഷയില് ഇപ്പൊ നമുക്കറിയാം കുന്തലതയും ഇന്ദുലേഖയും സിൽവിയും മാർത്താണ്ഡവർമ്മയും പിന്നെ തകഴിയുടെ നോവലുകളും ഒക്കെ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള നോവലുകൾ തന്നെയാണ്. പക്ഷെ നോവലിന്റെ ആദ്യം ഒരു ഗ്രന്ഥം, നോവൽ എന്ന രീതിയിൽ ഭാഷയിലെ ആദ്യമായിട്ട് ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ എന്ന് പറയുന്നത് ഫുൾമോനി ആൻഡ് കോരുമ. ഫുൾമോനി ആരുടെയാണ്? കാതറിൻ ഹന്ന മുല്ലൻസിന്റെ ഫുൾമോനി ആൻഡ് കോരുമ. വർഷം ഏതായിരുന്നു? 1854 അത് വന്നിട്ടുള്ളത്. 1854 അത് വന്നിരിക്കുന്നത്. ആരാണ് എഴുതിയത്? കാതറിൻ ഹന്ന മുല്ലൻസ്. അതിന് പരിഭാഷ, നമുക്ക് പരിഭാഷയാണ് അറിയേണ്ടത്, അല്ലേ? ജോസഫ് പീറ്റ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഭാഷയിൽ ആദ്യമായി ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ എന്ന് പറയുന്നത്
ഫുൾമോണി ആൻഡ് കോർണ, കാതറിൻ ഹന്ന മുല്ലൻസ്. അതിന്റെ പരിഭാഷ തയ്യാറാക്കിയിരിക്കുന്നത് ജോസഫ് പീറ്റ്. ഇതിന് ചേർത്ത് പറയാവുന്ന ഒരു കഥയും കൂടെ ഒരു നോവൽ ഇപ്പം അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഇതേ ചെറിയൊരു വ്യത്യാസത്തോട് കൂടിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് പറഞ്ഞു. ആ രാജശ്രീയുടെ എന്താണ് അതിന്റെ പേര് പേരായ രണ്ട് സ്ത്രീകളുടെ കഥ. നമുക്ക് ആ പേരിനോട് ചേർത്ത് പറയാം. ആരാണ് എഴുതിയിരിക്കുന്നത്? ആർ രാജശ്രീ അല്ലെ? പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആത്രേയകം പുതിയതാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ പലർക്കും പറയേണ്ടി വരും. അപ്പൊ അതും കൂടി മനസ്സിലാക്കി വെക്കുക. പുതിയതാണ് ആത്രേയകം. ഇനി മലയാള ഭാഷാ ചരിത്രകാരനായിട്ടുള്ള ആദ്യത്തെ പി ഗോവിന്ദപിള്ള മലയാളത്തിലെ ആദ്യ നോവൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എതിനെയായിരിക്കാം? ഫുൾമോനി അല്ല, അത് വിവർത്തനായിട്ട് വന്നിരിക്കും. കുന്തലതയാണ് എന്നാണ്. ആരാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? പി ഗോവിന്ദപിള്ള. ഭാഷാ ചരിത്രകാരനായ പി ഗോവിന്ദപിള്ള മലയാളത്തിലെ ആദ്യ നോവൽ എന്ന് വിശേഷിപ്പിക്കുന്നത് കുന്തലതയാണ് കേട്ടോ. കുന്തലത എഴുതിയിരിക്കുന്ന ആരാണ്? അപ്പു നെടുങ്ങ. ഈ പി ഗോവിന്ദപിള്ള ഏത് പുസ്തകത്തിലാണ് ഇത് പരാമർശിച്ചിരിക്കുന്നത്? മലയാള ഭാഷാ ചരിത്രം. ആദ്യത്തെ ചരിത്രം, ഭാഷയെക്കുറിച്ചുള്ള ആദ്യത്തെ ചരിത്രം ആരുടെ തന്നെയാണ്? അതിലാണ് അദ്ദേഹം ഏതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? കുന്തലതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യ നോവല് കുന്തലത. ഇനി മലയാളത്തിലെ ആദ്യ നോവൽ എന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളുണ്ട്. ആരൊക്കെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. പുള്ളിയിലെ കുഞ്ചുവാണ് ആദ്യ മലയാള നോവൽ എന്ന് പറഞ്ഞത് CI രാമൻ നായരാണ്. പുള്ളിയിലെ കുഞ്ചുവാണ് ആദ്യ മലയാള നോവൽ എന്ന് പറഞ്ഞത് ആരാണ്? CI രാമൻ നായർ. പുള്ളിയിലെ കുഞ്ചുവിന്റെ ഭർത്താവ്. ഇനി മാർത്താണ്ഡവർമ്മയാണ് ആദ്യകാല മലയാള നോവൽ എന്ന് പറഞ്ഞത് PK പരമേശ്വരൻ നായർ കേട്ടോ. മാർത്താണ്ഡവർമ്മയാണ് ആദ്യ മലയാള നോവൽ എന്ന് പറഞ്ഞിരിക്കുന്നത് PK പരമേശ്വരൻ നായർ. മാർത്താണ്ഡവർമ്മ ആരുടെയാന്ന് ഞാൻ പറയണ്ടല്ലോ. ആ 3 നോവലുകൾ ഏതൊക്കെയാ? ചരിത്ര നോവലുകൾ. പഠിച്ചു കഴിഞ്ഞ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ വർഷം കൂടി ഒന്ന് പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. 1891 മാർത്താണ്ഡവർമ്മ, 1813 ധർമ്മരാജ, 1918 രാമരാജ. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു അല്ലെ, കേസുകൾക്ക് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അക്ബർ ആണ് ആദ്യ മലയാള നോവൽ എന്ന് പറഞ്ഞത് PK നാരായണപിള്ള. മറ്റേത് PK പരമേശ്വരൻ നായർ. ഇനി അക്ബർ ആണ് ആദ്യ മലയാള നോവൽ എന്ന് പറഞ്ഞത് PK നാരായണപിള്ള. ഈ അക്ബർ വിവർത്തനാണ്. ആരാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്? കേരളവർമ്മ. ഇനി ആൾമാറാട്ടമാണ് ആദ്യകാല മലയാള നോവൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉള്ളൂര്. ആൾമാറാട്ടം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയാൽ മതി. ഇങ്ങനെ ഫുള്ളായിട്ട് എഴുതൊന്നുമില്ല. ആൾമാറാട്ടമാണെന്ന് പറയുന്നത് ഉള്ളൂര്. ഈ കുന്തലത നമ്മൾ പറഞ്ഞതാണ് അല്ലെ? ആരൊക്കെയാണ് കുന്തലത? പക്ഷെ 2 പേരും കൂടി ഉണ്ട് കേട്ടോ. ഒന്ന് MP പോളും, ഒന്ന് മൂർക്കോത്ത് കുമാരൻ. കുന്തലതയാണ് ആദ്യ മലയാള നോവൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു P ഗോവിന്ദപിള്ള, രണ്ടാമത് MP പോള്, മൂന്നാമത് മൂർക്കോത്ത് കുമാരൻ. കിട്ടിയില്ലേ? ഇനി 1866 ആൾമാറാട്ടം എന്ന ഒരു
നോവൽ എന്ന് പറഞ്ഞാൽ അതൊരു വിവർത്തനാണ്. ഏതാണ് ആ വിവർത്തനം? ഏതിന്റെ വിവർത്തന? കോമഡി ഓഫ് ആരുടെ? ഷേക്സ്പിയറിന്റെ കോമഡി ഓഫ് ഹൊറേഴ്സിന്റെ വിവർത്തനമാണ്. അത് നാടകമാണ് അല്ലേ? ആ നാടകത്തിന്റെ വിവർത്തനം ഇവർ വിചാരിച്ചു ഒരു സ്വതന്ത്ര കൃതിയാണെന്ന് വിചാരിച്ചിട്ടാണ് അത് നോവൽ എന്ന വിഭാഗത്തിലെ ഉള്ളൂര് ഉൾപ്പെടുത്തിയത്. 1866 ഏത് ആൾമാറാട്ടം പുറത്ത് വരുന്നത്. കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് ആണ് അതിന്റെ. അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി അതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള മറ്റൊരു കൃതിയാണ് ഏതാണ്? പിൽഗ്രിം പ്രോഗ്രസ് എന്ന കൃതിക്ക് ഉണ്ടായിട്ടുള്ള വിവർത്തനങ്ങൾ. പിൽഗ്രിംസ് പ്രോഗ്രസ് ആരുടെ കൃതിയാ? ജോൺ ബുനിയനാണ് അതിന്റെ യഥാർത്ഥ കർത്താവ്. ജോൺ ബുനിയൻ. പിൽഗ്രിംസ് പ്രോഗ്രസ്, ജോൺ ബനിയൻ. അതിന് 3 മലയാള വിവർത്തനം ഉണ്ടായിട്ടുണ്ട്. 3 മലയാള വിവർത്തനം. ഒന്ന് തീർത്ഥാടക പുരോഗതി എന്ന പേരില് ജോസഫ് പീറ്റ്. ഇത് 3 ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. തീർത്ഥാടക പുരോഗതി എന്ന പേരില് ജോസഫ് പീറ്റ് 1840 കേട്ടാ. തീർത്ഥാടക പുരോഗതി എന്ന പേരില് ജോസഫ് പീറ്റ് 1840. പരദേശി മോക്ഷയാത്ര എന്ന പേരില് ആർച്ച് ഡീക്കൻ കോശി. പരദേശി മോക്ഷയാത്ര എന്ന പേരില് ആർച്ച് ഡീക്കൻ കോശി 1847. ഇനി സഞ്ചാരിയുടെ പ്രയാണം എന്ന പേരില് റവറൻ സി മുള്ളർ 1847 തന്നെയാണ്. സഞ്ചാരിയുടെ പ്രയാണം എന്ന പേരില് റവറൻ സി മുള്ളർ 1847 തന്നെയാണ്. അപ്പൊ 3 വിവർത്തനാണ് നമ്മൾ പറഞ്ഞത്. പിൽഗ്രിംസ് പ്രോഗ്രസിന് ഏതൊക്കെയാണ്? അത് തീർത്ഥാടക പുരോഗതി, പിന്നെ പരദേശി മോക്ഷയാത്ര, സഞ്ചാരിയുടെ പ്രയാണം. അത് ആരൊക്കെയാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സഞ്ചാരിയുടെ പ്രയാണം ആരാണ്? റവറൻ സി മുള്ളർ, പരദേശി മോക്ഷയാത്ര ആർച്ച് ഡീക്കൻ കോശി. നമുക്ക് തെറ്റും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി കേരളീയ ജീവിതത്തെ പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ട ആദ്യ നോവലാണ്, അറിയാലോ, കേരളീയ ജീവിതത്തെ പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ട ആദ്യ നോവൽ. ആ കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ലോ. അല്ലല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും തോന്നുന്നു, പക്ഷെ അല്ല എവിടെ നിന്നല്ലേ? എവിടെ വീടോ? വേറെ ഏതെങ്കിലും ചായ, ഒരു കോമൺ ചായ ഏതോന്നോ? കേരളീയ ജീവിതത്തെ പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ട ആദ്യ നോവൽ പറയ്. കേരളീയൻ എഴുതിയിട്ടുള്ള ആദ്യ നോവലാണ് കേരളീയ ജീവിതത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ള ആദ്യ നോവൽ. ഒരു വിവർത്തനാണ്. അതിന്റെ വിവർത്തനം വന്നു. കാവ്യക്ക് അറിയാം, പക്ഷെ അതിന്റെ മലയാളം വന്ന്, പക്ഷെ ഇംഗ്ലീഷാണ്. കോളിൻസ്. 1864 വിദ്യാസംഗ്രഹത്തിലാണ് ദ സ്ലെയേഴ്സ് ലൈൻ പ്രസിദ്ധീകരിച്ചത്. അത് പൂർത്തിയാക്കുന്നതിന് മുമ്പേ അവർ മരിക്കുകയും ഭർത്താവ് പൂർത്തിയാക്കിയെന്നല്ല പറഞ്ഞ, ആരാണ് പൂർത്തിയാക്കിയെന്ന് പറയുന്നില്ല. പക്ഷെ പിന്നീട് പുസ്തക രൂപത്തിൽ പുറത്തു വരുന്നത് 1877 കേട്ടോ. അത് ഏത് പേരില? പിന്നെ അതിന് കൊടുത്തിരിക്കുന്ന മലയാള പേര് ഏതാണ്? വിവർത്തനത്തിന് കൊടുത്തിരിക്കുന്ന ഘാതക വധം. 1877 ഇതിന്റെ മലയാള വിവർത്തനം ഘാതക വധം എന്ന പേരില് പുറത്ത് വരുന്നത്. മനസ്സിലായല്ലോ? കേരളീയ ജീവിതത്തെ പശ്ചാത്തലമാക്കി ആദ്യം വന്നിട്ടുള്ള നോവലാണിത്, സ്ലെയേഴ്സ് ലൈൻ. 1854 മിസിസ് കോളിൻസ് ആണ് ഇതിന്റെ രചന തുടങ്ങി വെച്ചത്. വിദ്യാസംഗ്രഹത്തിലാണ് ഇത് വന്നത്. ഇത് പൂർത്തിയാക്കുന്നതിനേക്കാൾ മുമ്പേ അവർ മരിച്ചു പോകുകയും അതിന്റെ ബാക്കി ഭാഗം പ്രസിദ്ധീകരിക്കാനായിട്ട് സഹായിച്ചത് റിച്ചാർഡ് കോളിൻസ് ആയ അവരുടെ ഭർത്താവാണ്. 1877 പിന്നീട് അത് പൂർത്തിയായി. ഘാതക വധം എന്ന പേരിലാണത് പുറത്തു വരുന്നത്. ഇനി ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ ആരാന്നറിയണ്ടേ? പൗലൂസ്. അദ്ദേഹം പുലയ സമുദായത്തിൽ നിന്ന്
ക്രിസ്തുമതം സ്വീകരിച്ച വ്യക്തി കൂടിയാണ് കേട്ടോ. പുലയ സമുദായത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച വ്യക്തി. ഇനി അതിലെ പ്രതിനായകൻ പൗലോസ് കുര്യൻ. അതിലെ പ്രതിനായകൻ ആരാണ്? പൗലോസ് കുര്യൻ. മകൾ മറിയം. കിട്ടിയില്ലേ? മകൾ മറിയം. ഇനി ഒരു കോട്ടിങ്സ് എഴുതുക. നല്ലൊരു സാമൂഹ്യ നോവലിന്റെ പല ലക്ഷണങ്ങളും ഘാതക പദത്തിനുണ്ടെന്ന് പറഞ്ഞത് KM കരകൻ. നല്ലൊരു സാമൂഹിക നോവലിന്റെ പല ലക്ഷണങ്ങളും ഘാതക പദത്തിനുണ്ടെന്ന് പറഞ്ഞത് ആരാണ്? KM കരകൻ. ഇനി നമ്മൾ പറയേണ്ട ആദ്യത്തെ കേരളീയ നോവലാണ് ഘാതകപദം എന്ന് പറഞ്ഞു. അങ്ങനെ വിശേഷിപ്പിച്ച ഒരാളുണ്ടാവുമല്ലോ, ഡോക്ടർ ജോർജ് ഇരുമ്പയം കേട്ടോ. ആദ്യകാല മലയാള നോവൽ എന്ന കൃതിയിലാണ് ഡോക്ടർ ജോർജ് ഇരുമ്പയം ഘാതകപദത്തെ ആദ്യ കേരളീയ നോവൽ എന്ന് വിശേഷിപ്പിച്ചത്. കിട്ടിയോ? കേന്ദ്രനല്ല, ഡോക്ടർ ജോർജ് ഇരുമ്പയാണ് ഘാതകപദത്തെ ആദ്യ കേരളീയ നോവൽ എന്ന് വിശേഷിപ്പിച്ചു. ഇനി നോവലിന്റെ തുടക്കം കേട്ടാൽ മതി. പുസ്തകം ആദ്യകാല മലയാള നോവൽ. നമ്മൾ ചില PSC ആയാലും മറ്റു കേട്ടിട്ട് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോവലിന്റെ തുടക്കം കൊടുക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന്റെ തുടക്കം ഞാൻ എഴുതണോ? നോവലിന്റെ തുടക്കമുണ്ട്. ഭംഗിയുള്ള രാജ്യമായ തിരുവിതാംകോട്ട എന്ന പട്ടണത്തിൽ കോശി കുര്യൻ എന്നു പേരായ ഒരാൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത് കേട്ടോ. എന്ന പട്ടണത്തിൽ കോശി കുര്യൻ എന്നു പേരായ ഒരാൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഘാതകപദം എന്ന നോവലിന്റെ തുടക്കം. ഭംഗിയുള്ള രാജ്യമായ തിരുവിതാംകോട്ട എന്ന പട്ടണത്തിൽ കോശി കുര്യൻ എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 1882 പുല്ലേലി കുഞ്ചു. അറിയണ്ടല്ലോ ആരാണ് എഴുതിയത്? ആർച്ച് ഡീക്കൻ കോശി. ഇത് ജ്ഞാനനിക്ഷേപം മാസികയിൽ 1860 വന്നിട്ടുണ്ട്. കുറച്ചേ വന്നിട്ടുള്ളൂ. 1860 ജ്ഞാനനിക്ഷേപം മാസിക. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏത് മാസികയിലാണ് പുല്ലേലി കുഞ്ചു വെണ്ടശയായിട്ട് പ്രസിദ്ധീകരിച്ചത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ഏതിലാണ്? ജ്ഞാന നിക്ഷേപം മാസികയിൽ 1860 വന്നു. അന്ന് കുറച്ചേ വന്നിരുന്നുള്ളൂ. പിന്നീട് പുസ്തക രൂപത്തിൽ വരുന്നത് 1882 കേട്ടോ. പുസ്തക രൂപത്തിൽ പുറത്തു വന്നത് 1882. ഇതിലെ വിഷയം എന്ന് പറയുന്നത് ക്രൈസ്തവ ഹൈന്ദവ സംവാദം. ഇത് മുഖ്യ പ്രതിപാദ്യം എന്താണ്? ക്രൈസ്തവ ഹൈന്ദവ സംവാദമാണ് ഇതിലെ മുഖ്യ പ്രതിപാദ്യമായിട്ട് വരുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ശ്യാമു അണ്ണാവി, പുല്ലേലി കുഞ്ചു പിള്ള എന്നുണ്ട്. പുല്ലേലി കുഞ്ചു പിള്ള, രാമപ്പണിക്കർ, ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ആരൊക്കെയാണ്? ശ്യാമു അണ്ണാവി, പുല്ലേലി കുഞ്ചു പിള്ള, രാമപ്പണിക്കർ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ളത്. 1860 ഇത് വന്നത്. ജ്ഞാനനിക്ഷേപ മാസിക 1882 പുസ്തക രൂപത്തിൽ പുറത്തു വന്നു. പിന്നെന്താ? ഹൈന്ദവ ക്രിസ്തവ സംവാദം, ശ്യാമു അണ്ണാവി, പുല്ലേലി കുഞ്ചു പിള്ള, രാമപ്പണിക്കരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ നോവലിന്റെ തുടക്കം എന്ന് പറയുന്നത് ഞാനൊരു ദിവസം
കൈതകപ്പെള്ളിൽ രാമപ്പണിക്കരുമായി കൈതകപ്പെള്ളി എന്നാണ്. രാമപ്പണിക്കരുമായി ചില കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അയാളുടെ ചാവടിയിൽ ഇരിക്കുമ്പോൾ ഒരു ശൂദ്ര ബാല്യക്കാരൻ അവിടെ വന്നു. ഇതാണ് അതിൻ്റെ തുടക്കം കേട്ടോ. ഞാനൊരു ദിവസം കൈതകപ്പെള്ളി രാമപ്പണിക്കരുമായി ചില കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അയാളുടെ ചാവടിയിൽ ഇരിക്കുമ്പോൾ ഒരു ശൂദ്ര ബാല്യക്കാരൻ അവിടെ വന്നു. 1882 കഴിഞ്ഞു. നെക്സ്റ്റ് 1887 കുന്തലത. ഓർഡറിലാണ് കേട്ടോ നമ്മൾ പോണത്. വർഷങ്ങളുടെ നമ്മൾ ഈ ഇത് തരും, എന്താണ് പേര് തന്നിട്ട് ഓർഡർ ആക്കാനൊക്കെ പറയും. അപ്പം നമുക്ക് ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1887 കുന്തലത. മലയാളത്തിലെ ആദ്യ നോവൽ എന്ന് വിശേഷിപ്പിച്ചതാണ്. നമുക്കറിയാം, അപ്പു നെടുങ്ങാടിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇനി ഏത് നാടകത്തിന്റെ സ്വാധീനത്താലാണ് ഇത് എഴുതിയിരിക്കുന്നത് അറിയാലോ? ഇതിന്റെ ഇതിവൃത്തം എവിടെ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാ? കുന്തലത എന്ന നോവലിന്റെ ഇതിവൃത്തം നമ്മൾ എവിടെ നിന്ന് സ്വീകരിച്ചു? ഓർമ്മയുണ്ടോ? ഷേക്സ്പിയറുടെ സിംബലിൻ എന്ന നാടകത്തിൽ നിന്ന് കേട്ടാ. ഷേക്സ്പിയറുടെ ശമീഷയ്ക്ക് ഓർമ്മയില്ല? ഓപ്ഷൻ വന്നാൽ എനിക്ക് ഓർമ്മയില്ലേ? അതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ഓപ്ഷൻ ഇല്ലാണ്ട് അത് കറക്റ്റാണ് കിട്ടുന്നത്. ഷേക്സ്പിയറുടെ സിംബലിൻ എന്ന നാടകത്തിൽ നിന്ന് സ്വരൂപിച്ച ഇതിവൃത്തമാണ്. ഇതിൽ പ്രതിപാദ്യം എന്ന് പറയുന്നത് യഥാർത്ഥ ലോകവുമായി ബന്ധമില്ലാത്ത ഒരു കെട്ടുകഥയാണ് ഇതിൽ പ്രതിപാദ്യമായിട്ട് വരുന്നത്. ഒരു കെട്ടുകഥ മനസ്സിലാക്കിയാൽ മതി. ഒരു കെട്ടുകഥയാണ് ഇതിൽ പ്രതിപാദ്യം. കഥാപാത്രങ്ങള് കപിലനാഥൻ, കുന്തലത, അഘോരനാഥൻ, പ്രതാപചന്ദ്രൻ, സ്വർണ്ണമയി തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് കേട്ടോ. കപിലനാഥൻ, കുന്തലത, അഘോരനാഥൻ, ചിത്രരഥൻ, സ്വർണ്ണമയി. ഇനി നോവൽ തുടങ്ങുന്നത്, എല്ലാ നോവലുകളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, കുറച്ച് നോവലിന്റെ തുടക്കം മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ലാഗ്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ദണ്ഡകാരണ്യത്തിന്റെ എത്രയും ഉത്തരഭാഗത്ത് അറിയല്ലേ, വില്വാദ്രി എന്നൊരു മലയുടെ താഴ്വരയിൽ ധർമ്മപുരി എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു ഹിന്റ് എടുത്താൽ മതി. ഇത് ഫുള്ള് നമുക്ക് കിട്ടണമെന്നില്ലല്ലോ, എഴുതണമെന്നില്ല. ആ വില്വാദ്രിക്ക് കണ്ട് നമുക്ക് ഉറപ്പിക്കാം ഏത് തന്നെയാണ് കുന്തലം. അങ്ങനെ ചെറിയ ഹിന്റുകൾ എടുത്തുകൊണ്ട് പഠിച്ചാൽ മതി. ഇനി കുന്തലത ഒരു പരാജയമാണെന്ന് പറഞ്ഞത് എൻ കൃഷ്ണപിള്ളയാണ്. കുന്തലത ഒരു പരാജയമാണെന്ന് രേഖപ്പെടുത്തിയത് എൻ കൃഷ്ണപിള്ള. കുന്തലത ഒരു പരാജയമാണെന്ന് പറഞ്ഞത് ആരാണ്? എൻ കൃഷ്ണപിള്ള. ഇനി നെക്സ്റ്റ് ഒരു അഭിപ്രായം കൂടിയുണ്ട്. കുന്തലതയിൽ നിന്ന് ഇന്ദുലേഖയിലേക്കുള്ള ദൂരം ശൈശവാവസ്ഥയിൽ നിന്ന് യൗവനത്തിലേക്കുള്ളതിനേക്കാൾ ശൈശവാവസ്ഥയിൽ നിന്ന്
യൗവനത്തിലേക്കുള്ളതിനേക്കാൾ കൂടുതലാണ്. ഒന്ന് വെറും ഒരു കടലാസ് പൂവും, ഒന്ന് വെറും ഒരു കടലാസ് പൂവും, മറ്റേത് സാക്ഷാൽ കല്യാണ സൗഗന്ധികവും. മറ്റേത് സാക്ഷാൽ കല്യാണ സൗഗന്ധികവും. ഒന്ന് വെറും ഒരു കടലാസ് പൂവും, മറ്റേത് സാക്ഷാൽ കല്യാണ സൗഗന്ധികവും. കെ എം തരകനാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കെ എം തരകൻ. കുന്തലതയിൽ നിന്ന് ഇന്ദുലേഖയിലേക്കുള്ള ദൂരം ശൈശവാവസ്ഥയിൽ നിന്ന് യൗവനത്തിലേക്കുള്ളതിനേക്കാൾ കൂടുതലാണ്. ഒന്ന് വെറും ഒരു കടലാസ് പൂവും, മറ്റേത് സാക്ഷാൽ കല്യാണ സൗഗന്ധികവും. ആരാണ്? കെ എം തരകൻ. ഇതുവരെ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, ആ ഒരു കാലഘട്ടം നമ്മുടെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഏകദേശം നോവൽ എന്ന് പറയാവുന്ന ആ രീതി അനുവർത്തിച്ചു കൊണ്ടുവന്ന കുറച്ച് കൃതികളെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ എല്ലാവരും വിളിക്കുന്ന ലക്ഷണമൊത്ത മലയാളത്തിലെ ആദ്യ നോവൽ എന്ന് വിളിക്കുന്ന ഇന്ദുലേഖയിലേക്ക് പ്രവേശിക്കുന്നത്. എന്താണ് ലക്ഷണം? ലക്ഷണം എന്ന് അങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു നോവൽ എന്ന് പറയുമ്പോൾ അതിനൊരു ഘടനയുണ്ട്, ഒരു സമഗ്ര ശില്പമുണ്ട്. ആ ശില്പത്തിനകത്തേക്ക് ഒതുങ്ങാൻ കഴിയുന്നത്ര രീതിയിലുള്ള ഒരു ആഖ്യാന രീതിയാണ്, ആഖ്യാനല്ല ഒരു ഘടനയാണ് ഇതിനുള്ളത്, ഇന്ദുലേഖയ്ക്കുള്ളത്. അതുകൊണ്ടാണ് ഇന്ദുലേഖയിലെ ലക്ഷണമൊത്ത മലയാളത്തിലെ ആദ്യ നോവൽ എന്ന് പറയാനായിട്ട് കാരണമായി ഭവിച്ചിട്ടുള്ളത്. 1888 ഡിസംബറിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. 1888. ഇന്ദുലേഖയ്ക്ക് പ്രചോദനം നൽകിയ നോവലുകളുണ്ട്. ഏതൊക്കെയാ? ഷേക്സ്പിയർ ഇല്ല. ബീക്കൺസ്ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിൾ, ബീക്കൺസ്ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിൾ, ബീക്കൺസ്ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിൾ, ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, ബീക്കൺസ്ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിൾ, ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്. ഇതിൽ കഥാപാത്രങ്ങൾ ആരൊക്കെ ഞാൻ പറയണ്ടല്ലോ? ആരാണ് കഥാപാത്രങ്ങൾ? മാധവൻ, സൂര്യ നമ്പൂതിരി, അമ്മാവനല്ലേ നമുക്ക് ശീലപ്പെട്ടത് അത് മറക്കരുത് കേട്ടോ. പഞ്ചുമേനവൻ, ഇന്ദുലേഖ, മാധവൻ, പണിക്കര്, ശീലപ്പെട്ടത്, ശിവനൻ, സൂര്യ നമ്പൂതിരിപ്പാട്, അതൊക്കെ ഈ നോവലിന്റെ തുടക്കം എന്ന് പറയുന്നത് ചാത്തൻ മേനവൻ എന്താണ് മാധവ ഇങ്ങനെ സാഹസികമായി വാക്കു പറഞ്ഞത്? ചീ, ഒട്ടും നന്നായില്ല. അങ്ങനെയാണ് അതിന്റെ തുടക്കം. ഈ മാധവൻ നന്നാ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ചാത്തൻ മേനവൻ എന്താണ് മാധവ ഇങ്ങനെ സാഹസമായി വാക്കു പറഞ്ഞത്? ചീ, ഒട്ടും നന്നായില്ല. അങ്ങനെയാണ് അതിന്റെ തുടക്കം. എന്താണ് മാധവ ഇങ്ങനെ സാഹസമായി വാക്കു പറഞ്ഞത്? ചീ, ഒട്ടും നന്നായി. ഇനി ഇന്ദുലേഖയെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അതൊന്നും ജസ്റ്റ് അല്ല നമ്മൾ പഠിക്കുന്നതാണ്. ഇനി ഓരോന്നോരോന്നായിട്ട്